കേട്ടോ സുരേഷ് സാർ. ഞാൻ ഇവിടെ പണ്ട് അദ്ദേഹം സ്കൂളിൽ വന്നിട്ടുണ്ട്. റിട്ടയേർഡ് DYSP ആണ്, പോലീസ്. ഈ ക്ലാസിന്റെ വിഷയം എന്താ? ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം. പത്രം കുറേശ്ശെങ്കിലും വായിക്കാനുണ്ടോ ഇല്ലേ? ഇവിടെ കൈയ്യെടുക്കണേ. ഇതറിഞ്ഞപ്പോ 4 ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞു, മാഷ് ഇതൊന്നും അന്വേഷിക്കണ്ടോ. പോയി അന്വേഷിച്ചു, വളരെ ഗൗരവമായി അന്വേഷിച്ചു. രാജേന്ദ്ര മാഷ അന്വേഷിച്ചു, ഞാൻ അന്വേഷിച്ചു, ശരത് മാഷ അന്വേഷിച്ചു. അപ്പൊ അവൻ പറഞ്ഞതെന്താ അറിയോ? ഞാനൊരു തമാശക്ക് പറഞ്ഞതാണ്, പക്ഷെ ഈ തമാശ പോലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. നമ്മളെ പോലീസ് പിടിക്കുമെന്നൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് ഇത്തരത്തിലൊരു ബോധം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്ലാസ് ആണ് വലിയ കുട്ടികളായി നിങ്ങൾക്ക് മാറാൻ പോകുന്ന നിങ്ങൾക്ക് നൽകാൻ അദ്ദേഹം പോകുന്നത്. എന്റെ സുഹൃത്താണ് മാന്യ നമ്മുടെ റിട്ടയർഡ് DYSP സുരേഷ് സാർ. പട്ടാമ്പിയില് വളരെ കാലം അദ്ദേഹം പോലീസിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ 2 മിനിറ്റ് സംസാരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല, കാരണം അത്രയും തിരക്കാവും സ്റ്റേഷനിലൊക്കെ. പക്ഷെ ഞാനൊരു മണിക്കൂറോളം അദ്ദേഹമായിട്ട് ഇരുന്നിട്ട് പല കാര്യങ്ങളും സംസാരിച്ചു, ആദ്യമായിട്ട് പരിചയപ്പെടുക. അപ്പൊ അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം ഇന്നും എന്റെ ഓർമ്മയിൽ നിൽക്കുന്നു. അത് എനിക്കൊരു അതിശയമായ പ്രിൻസിപ്പൽ ശ്രീകരിച്ച എന്റെ പ്രിയ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പട്ടാമ്പിയില് ഇരിക്കുമ്പോൾ തൊട്ട് അതിന് മുമ്പല്ലേ ഗുരുവായൂരുള്ള കാലത്തുള്ള ഒരു പരിചയമാണ് സതീശ്വരൻ. ഇപ്പോഴും ആ ബന്ധങ്ങൾ ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട്, അത് കണ്ടിന്യൂ ചെയ്യാനാണ്, തുടരാനാണ് ബുദ്ധിമുട്ട്. ആ ബന്ധം ഇപ്പോഴും തുടരുന്ന ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച പോലെ വേറെ കാര്യത്തിന് ഞാൻ സതീശനെ വിളിച്ചിരുന്നു. പിന്നെ PTA പ്രസിഡന്റ് ശ്രീ രവികുമാർ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, സൈനിക സ്റ്റുഡൻസ്. ഇവിടെ ഒരു വലിയ പ്രസംഗമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഈ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, 1.5 മണിക്കൂർ ഉണ്ടാവും അല്ലേ? ബുദ്ധിമുട്ടുള്ള വെക്കാൻ ഇരിക്കാൻ സ്ഥലമില്ലേ? ടീച്ചർ ഉദ്ദേശിച്ചിട്ട് വസ്തുവിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ അല്ലെ ഹരം എന്ന് വെച്ചാൽ എന്താ? രസം. തെറ്റിക്കോടെ, എനിക്കത്ര വിവരമൊന്നുമില്ല, നിങ്ങൾ തനിക്കാണ് പറഞ്ഞത്. ഒരു സാധനത്തിനോടുള്ള അടിമത്വം അല്ലേ? ശരിയാണ്. താല്പര്യം, കറക്റ്റ് വാക്കിന്റെ ലഹരി, നമുക്ക് അതിനോട് ഭയങ്കര ഹരമാണ്. അപ്പൊ നമുക്ക് ഈ ലഹരി വേണ്ട. നമുക്ക് ഏത് വേണ്ട? ഈ ലഹരി വേണ്ട. ലഹരിയെ കുറിച്ച് അറിയാം. നമ്മൾ കടയിൽ ചെന്നിട്ട് ഒരു സാരി വാങ്ങിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറയാണ് എനിക്ക് വേണ്ട ഈ സാരി എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഏതോ ഒരു സാരി വേണ്ട, എനിക്ക് ആവശ്യമുള്ള ലഹരി മതി. അപ്പൊ ലഹരി നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ലഹരി നമുക്ക് ആവശ്യമാണ്. കൺഫ്യൂഷനായോ? ഒരു കൺഫ്യൂഷനും വേണ്ട. ലഹരി നമുക്ക് ആവശ്യമാണ്, പക്ഷെ ഈ ലഹരി വേണ്ട. ഏത് ലഹരി? മയക്കുമരുന്ന്, കഞ്ചാവ്, ആശിഷ്, ചരസ്, MDMA, സിഗരറ്റ്, മദ്യം, കള്ള്, ഈ ലഹരി ഒന്നും നമുക്ക് വേണ്ട. കാരണം എന്താണ്? ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലഹരിയിലേക്ക് പോയാൽ തിരിച്ചു വരാൻ പട്ടിണി. എന്തായാലും പോകുമ്പോ വല്ലാത്ത സുഖമാണ്, പോകാൻ ഭയങ്കര സുഖമാണ്. നമ്മളത് ലയിച്ച് ഇഷ്ടപ്പെട്ടു അച്ഛനെയും അമ്മയിക്കാതെ അവരുടെ ലഹരിയുടെ പിന്നാലെ നമ്മൾ ഓടും. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് അത് ലഹരി എവിടത്തൊക്കെയാണ് തുടങ്ങുന്നത്? തുടക്കം എവിടുന്ന? ഇപ്പോഴാണ് അതിന്റെ സമയം. അല്ലാണ്ട് കുറെ വയസ്സായിട്ട് അല്ലെങ്കിൽ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഇപ്പൊ ഞാൻ സാധാരണ കേട്ട് ചോദിക്കുമ്പോ കുറച്ചു പേർക്ക് ആഗ്രഹങ്ങളുണ്ട്. എന്താവണമെന്ന്, എങ്ങനെ ആവണമെന്ന് ഒരു തീരുമാനം. എന്താ കാരണം?
ഇതൊന്നും ഒരു ഭാവിയിൽ ഇന്നതാകുമെന്ന് ആഗ്രഹമൊന്നും ഇല്ലേ കേട്ടോ. അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാനുള്ള ഒരു പ്രായമാണ് ഈ 7ാം ക്ലാസ്. നല്ലൊരു പ്രായമാണ്, കറക്റ്റ് തുടങ്ങി വെക്കേണ്ട പ്രായം. ഇപ്പൊ നമ്മൾ തീരുമാനിക്കുക എന്താണ് അതിന് വേണ്ടത്. ബ്രേക്കാണ്. ഒരു പേരത് അറിഞ്ഞില്ല, ബ്രേക്കാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ ഏറ്റവും സ്പീഡിൽ ഓടിക്കണമെങ്കിൽ അതിന്റെ ബ്രേക്ക് ഏറ്റവും കണ്ടീഷനിലായിരിക്കും. നമ്മളൊരു വണ്ടിയിൽ കയറുമ്പോ ഒരാൾ പറയണ സാറിന് ഇതിന്റെ ബ്രേക്ക് അത്ര കണ്ടീഷനല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വണ്ടി സ്പീഡിൽ ഓടിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ ബ്രേക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്പീഡ് കൂടുമ്പോ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടും. വണ്ടിയുടെ സ്പീഡ് കൂടിയാൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടും. മനസ്സിലല്ലോ? ആ സമയത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളുടെ അപകടത്തിൽ നിന്ന് മുക്തി ആക്കാനായിട്ട് സാധിക്കുന്നതാണ് ബ്രേക്ക്. നല്ല ബ്രേക്കാണെങ്കിൽ ചവിട്ടിയാൽ അവിടെ നിൽക്കും. അപ്പൊ ബ്രേക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ ബ്രേക്ക് എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. ആ ബ്രേക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇഷ്ടപ്പെടില്ല. അത് നിങ്ങളുടെ അധ്യാപകര്, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മയൊക്കെയാണ് നിങ്ങളുടെ ബ്രേക്ക്. ഒരു കാര്യം ചെയ്യുമ്പോ ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയുന്ന ബ്രേക്ക് ആരാ? അമ്മ, അല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ ചേട്ടൻ, അല്ലെങ്കിൽ ചേച്ചി, അല്ലെങ്കിൽ അമ്മാവൻ. ഇവിടെ സ്കൂളിലേക്ക് വന്നാൽ അധ്യാപകർ. സത്യത്തിൽ ഈ ബ്രേക്കിന് നമുക്ക് ഇഷ്ടമാണോ? ആണോ? എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഈ പ്രായത്തിൽ ബ്രേക്കിന് ഇഷ്ടപ്പെടുമെന്ന് തോന്നി. കാരണം എന്റെ പ്രായത്തിൽ ഈ ബ്രേക്കിനെ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. അച്ഛൻ ഒരു സിനിമയ്ക്ക് പോകട്ടെ, വേണ്ട, അപ്പൊ അച്ഛനോട് ദേഷ്യം. അല്ലെങ്കിൽ ഒരു ഇത് സ്പെഷ്യൽ കറി ഉണ്ടാക്കി അമ്മ ഉണ്ടാക്കിയില്ല, ദേഷ്യം. അവര് സിനിമയ്ക്ക് വിടാത്തതിനും അല്ലേ, അല്ലെങ്കിൽ രാത്രി ഒരു കാര്യത്തിന് വിടാത്തതിനും ഒരു കാരണം ഉണ്ടാവും. ആ കാരണം അന്നത്തെ കാലത്ത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കും. അപ്പൊ അധ്യാപകര്, മാതാപിത, ദൈവം എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ, അത് നമ്മൾ ഉൾക്കൊള്ളണം. അതിന് ഉൾക്കൊള്ളണം. എങ്ങനെ കുട്ടികൾ വീണ്ടും വരുന്നതല്ലോ, ഇവർക്ക് ഇരിക്കാൻ തരവില്ല അല്ലേ? അതെ. അപ്പൊ മാതാപിത, ഗുരു, ദൈവത്തെ നമ്മൾ പറയും, പുസ്തകത്തിൽ വായിക്കും. ഇവിടെ രാവിലെ പ്രാർത്ഥനയിൽ ചൊല്ലുണ്ടാവും അല്ലെ? പ്രാർത്ഥനയിൽ ചൊല്ലും മാതാവ്, പിതാവ്, ഗുരു, ദൈവം. അപ്പോ നമ്മള് ഈ മാതാവിനെയും പിതാവിനെയും ഗുരുക്കന്മാരെയും ഒക്കെ ബ്രേക്കാണ്. എന്റെ ഈ വണ്ടിയുടെ സ്പീഡ് കൂടുമ്പോഴാണ് അവർ നിയന്ത്രിക്കുന്നത്. എന്റെ ഈ പോക്ക് ശരിയല്ല, എന്റെ വണ്ടി തിരിക്കണം, ഈ റൂട്ടല്ല, റൈറ്റിലേക്ക് പോകണ്ടേ. അപ്പൊ സ്പീഡിൽ പോകുന്ന വണ്ടി ബ്രേക്ക് ചെയ്ത് സ്പീഡ് കുറച്ച് തിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ നമ്മളെ ഉപദേശിക്കുന്നത്. വഴക്ക് പറയാറുണ്ടോ നിങ്ങളാരെങ്കിലും? ആരെങ്കിലും? അച്ഛനും അമ്മയും അധ്യാപകരാണ് വഴക്ക് പറഞ്ഞത്. എന്താ അയൽബന്ധത്തോട് വഴക്ക് പറയാത്ത? നിങ്ങളുടെ അടുത്തുള്ളവരൊക്കെ നിങ്ങൾ വഴക്ക് പറയാത്ത? റോട്ടിൽ കൂടെ പോണ ആളുകളൊക്കെ നിങ്ങൾ വഴക്ക് പറയാത്ത? കാരണം അവർക്കൊക്കെ നിങ്ങൾ നന്നായാലും ഒന്നുമില്ല, നശിച്ചു പോയാലും. അപ്പൊ ആ കൂട്ടുകാര് എത്ര അടി കിട്ടി? ഇത് കണക്കിന് 2 അടി, ഹിന്ദിക്ക് 1 അടി, മൊത്തം 6 അടി കിട്ടി. അച്ഛനും 6 അടി. അച്ഛൻ നല്ല മനുഷ്യനായിരുന്നു. എത്ര അടി സ്കൂളിൽ നിന്ന് കിട്ടിയോ അത്ര അടി അച്ഛനും തന്നെ. അപ്പൊ ഞാനാണെങ്കിൽ അന്ന് ഈ 2 വയസ്സിന് ഒരു മിഠായി കിട്ടും, ഒരു പാറ പോലത്തെ ഒരു മിഠായി, ഒരു പേരുണ്ടോ, അങ്ങനെ എന്തൊരു സാധനം. അത് നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കണം, ഈ അടിയുടെ എണ്ണം കുറയ്ക്കാനായിട്ട്. അപ്പൊ അവര് മിഠായിന്റെ കൂടുതൽ മേടിച്ചു കൊടുത്തത് അടിയൊന്നും കിട്ടിയില്ല. അപ്പൊ വീട്ടിൽ നിന്നുള്ള അടി കിട്ടി. അങ്ങനെ നല്ല അടി കിട്ടിയത് കൊണ്ട് ഞാനൊക്കെ രക്ഷപ്പെട്ടു. എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു, അവന്റെ പേര് ബാലൻ എന്നാണ്. അപ്പൊ ഞാന് ബാലന് കിട്ടിയത് അടിയില്ല, കാരണം ബാലന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു അന്നത്തെ കാലത്ത് എന്റെ അച്ഛന് നേരത്തെ മരിച്ചുപോയെങ്കിൽ എനിക്ക് അടി കിട്ടില്ലായിരുന്നു. പക്ഷെ വലുതായപ്പോഴാണ് മനസ്സിലായത് ബാലൻ ഇപ്പോഴും തെക്കോടൊക്കെ നടക്കാണ്, ഞാൻ നല്ലൊരു ജോലിയിൽ ഇരിക്കുന്നു, നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നു, ഒത്തിരി ആളുകളായിട്ട് ബന്ധപ്പെടുന്നു. ബാലൻ ഇപ്പോഴും നാട്ടിൽ ചെല്ലുമ്പോൾ അറിയാം ഒരു പണിയില്ലാണ്ട് നടക്കും.
അപ്പൊ ആ പ്രായത്തിൽ നമുക്ക് അങ്ങനെ തോന്നും അതാണ് ശരിയെന്ന്. കാരണം അന്ന് നമുക്ക് ബ്രേക്കിനെ കുറിച്ച്, ഒരു വണ്ടിയുടെ ബ്രേക്കിനെ കുറിച്ച് അത്ര വലിയ ജ്ഞാനമുണ്ട്, അറിവുണ്ടായിരുന്നു. ഇപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എപ്പോഴെങ്കിലും നല്ല വഴിക്ക് പോകുമ്പോ വിടാതിരിക്കുകയും വഴി തെറ്റുന്നതായിരുന്നു നമ്മളോട് ദേഷ്യപ്പെടുകയും ശകാരിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് സുഹൃത്തുക്കളോ മാതാപിതാക്കളോ അധ്യാപകരോ സമൂഹത്തിൽ വേണ്ടപ്പെട്ടവരോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥതയുണ്ട്, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ പേരൻസ് വഴുത്ത് പറയുമ്പോ ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ ചെല്ലുമ്പോ പേരൻസ് ആണ് ശത്രുക്കൾ എന്ന് പറയുന്നത്. അത് 10ാം ക്ലാസ്സിലാണ് അധികം. 10ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചാൽ പറയും അച്ഛനും അമ്മയുടെ ഏറ്റവും വലിയ ശത്രു എന്താ? സെൻട്രൽ ഷോക്ക് വിടില്ല. സെൻട്രൽ ഷോക്ക് പോണോ? വിടില്ല എന്ന് പറയാൻ എന്താ കാരണം? എന്റെ അച്ഛനൊക്കെ സെൻട്രൽ ഷോക്ക് പോണമെന്ന് പറഞ്ഞാൽ വിടില്ല. പിന്നെ അമ്മയൊക്കെ റെക്കമെൻഡ് ചെയ്ത് അപ്പൊ ചോദിക്കും ആരുടെ കൂടെയാണ് പോകുന്നത്, അല്ലേ? ആരുടെ കൂടെയാണ് പോകുന്നത്? അപ്പൊ കൂടെ ആരാണ് എന്നുള്ളതിന് വലിയ ഇമ്പോർട്ടൻസ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണ്? ഒരു ഉദാഹരണം പറഞ്ഞാല് നിങ്ങളുടെ കൂടെ ആരാണെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങളെ വിലയിരുത്തുക. ഒരു ഉദാഹരണം, നിങ്ങൾ രാത്രി സെക്രട്ടറി കഴിഞ്ഞ് ആരെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ പോലീസ് ഓഫീസറാണ്, ഞാൻ പോലീസ് ഓഫീസർ രാത്രി പെട്രോൾ ചെയ്യാണ്, രാത്രി ഒരു 12:30 1 മണിക്ക്. അപ്പൊ 2 പേര് നടന്നു വരാണ് റോഡിൽ, ഞാൻ ജീപ്പ് നിർത്തി ചോദിക്കാണ് നീ ആരാണ്? അപ്പൊ അതില് അയാളുടെ കൂടെയുള്ള ആളെ എനിക്കറിയാം, അത് ആ സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ സാറെന്താ ഇവിടെ? ഞാനൊരു ശരി, ഇതാണ് എന്റെ ഫ്രണ്ടാണ്. ഓക്കെ ശരി, പൊക്കൂടാ. ശരിയാണോ? മറ്റേയാൾ ആരാണെന്ന് നമുക്ക് അറിയില്ല. പിറ്റേ ദിവസം ആ മറ്റേയാളെന്ന് പറയുന്ന അയാള് നാട്ടിലെ ഒരു ക്രിമിനലായിട്ട് അല്ലെങ്കിൽ ഒരു കള്ളന്റെ കൂടെയാണ് സെല്ലിലേക്ക് പോണത്. ചെറുതായിട്ട് ഇതുപോലെ ഞാൻ കാണാറ്. അപ്പൊ ഈ കള്ളനാണല്ലോ, ഈ ക്രിമിനലിന്റെ കൂടെ ആരാ? അവൻ ആരാണ് എന്താണെന്ന് ചോദിക്കണേന് മുമ്പ് അവര് ഇടി കൊടുത്ത് വണ്ടി കയറ്റിയിട്ട് ലോക്കപ്പിൽ കൂടെ. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ കൂടെ ആരാണ് എന്നുള്ളൊരു വലിയ 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 ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തം. ഇപ്പോഴല്ല, മരിക്കുന്നത് വരെ. ഈ അമ്പലങ്ങളില് ദേവീ വിഗ്രഹത്തില് മാല ചാർത്തുന്ന ഒരു പരിപാടിയുണ്ട്, അറിയോ? നമ്മള് പൂവ് പറിച്ച് ആഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവുക. അതിന് കാരണം ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വലിയ സയൻസ് ഒന്നുമില്ല, സൈക്കോളജിയാണ്. എന്നാലും നമ്മുടെ മനസ്സാണ് എല്ലാം തീരുമാനിക്കുന്നത്. അത് ഓക്കെയാണോ? മനസ്സെന്ന് വെച്ചാൽ എന്താ? എവിടെയാണ് മനസ്സെവിടെയാ? എവിടെ നിങ്ങളുടെ മനസ്സ്? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആ മനസ്സ് എവിടെയാ? ഇവിടെയാ? ഇവിടെയാ? പുറത്താണോ? ഇവിടെ. നമ്മുടെ മനസ്സ് എവിടെയാന്ന് ചോദിച്ചാൽ അത് എവിടെയാണെന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നും, അത് ഹൃദയവുമായിട്ട് മാത്രമല്ല, മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ തലച്ചോറുമായി ബന്ധമാണെന്നും ഒക്കെ പറയുമെങ്കിലും മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മുഴുക്ക നിറഞ്ഞു നിൽക്കുന്നതാണ്. മനസ്സിലായോ? അത് ഇപ്പോഴത്തെ പുതിയ സയൻസ് ഒക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയൊക്കെ വിട്ടു നിൽക്കുന്ന മൈൻഡ് എന്ന് വെച്ചാൽ അതിന് കടവാര തലങ്ങളുണ്ട്, 16 തലങ്ങളുണ്ട്. നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ അതിന് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വലിയ വലിയ കാര്യങ്ങളാണ്. അതൊക്കെ വിട്ടുകൾ നമുക്ക് നിസ്സാരമായിട്ട് അറിയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. പ്രധാനമായിട്ട് 2 തരം മനസ്സാണ് നമുക്കുള്ളത്. ഒന്ന് ബോധ മനസ്സും ഒന്ന് ഉപബോധ മനസ്സും എന്ന് വിചാരിച്ചു. പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങള് ഇപ്പൊ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ ഹൃദയം അടിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ഹൃദയം അടിക്കുന്നത് നിങ്ങൾ പറഞ്ഞിട്ടാണോ? നിങ്ങളെല്ലാവരും വലത്തെ കൈ നോക്കിയേ. ഇത് നിങ്ങൾ പറഞ്ഞിട്ടാണോ നോക്കിയേ? ആണ്. തിരികെ താത്തിയത്. നിങ്ങളുടെ ഹൃദയം അടിക്കുന്നത് നിങ്ങൾ പറഞ്ഞിട്ടാണോ? എടാ ജഗന്നാഥക്കില്ലാണ് ഈ താത്തിയത്. അപ്പോ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന കൈ, അല്ലെ? അതാണ് ബോധ മനസ്സ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ബോധ മനസ്സിനോടാണ്. അപ്പൊ ആ ബോധത്തിലാണ് നിങ്ങൾ ഓരോന്നും ചെയ്യുന്നത്, നടക്കുന്നത്, മുകളിലേക്ക് കയറി വന്നത്, ഇരിക്കുന്നത് ഒക്കെ ബോധ മനസ്സുകൊണ്ടാണ്. നിങ്ങളുടെ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്, അല്ലേ? എത്രയാ പിടിക്കണേ? എത്ര പിടിക്കുന്നുണ്ട് ഒരു മിനിറ്റിൽ?
72 പ്രാവശ്യം. അത് നിങ്ങളെ നിയന്ത്രിച്ചിട്ടാണോ? നിങ്ങളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഹൃദയമിടിപ്പ് നിർത്താൻ പറ്റുന്നുണ്ടോ? ഇനി ശ്വാസം എടുത്തിട്ട് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോ നമ്മൾ ഉറങ്ങുകയാണ്. നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നു, കിഡ്നി പ്രവർത്തിക്കുന്നു, ലിവർ പ്രവർത്തിക്കുന്നു, എല്ലാം പ്രവർത്തിക്കുന്നു. അപ്പൊ ഇത് പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ബ്രെയിൻ എന്ന് അതൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ മൈൻഡിന്റെ കാര്യത്തിലേക്ക് വന്നത്. ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അവയവമാണ്. അതാണ് ഈ ഉപബോധ മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡ്. മനസ്സിലാവുന്നില്ല അല്ലെ? നമ്മൾ അറിയാതെ, നിങ്ങൾ അറിയാതെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പറയാൻ പറ്റുമോ? രാവിലെ പല്ല് തേക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. തുടക്കം ഒരു വസ്തു, ഈ ഫോൺ ഇത് ഇവിടെ വച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കും. അത്രേ ഉള്ളൂ. ലോ ഓഫ് ഇനർഷ്യ. ഒരു സാധനം അവിടെ വച്ചാൽ അവിടെ തന്നെ ഇരിക്കും. എപ്പോൾ വരെ? ഒരു എക്സ്റ്റേണൽ, അതിനെ തള്ളുന്ന വരെ, അതിനെ മാറ്റുന്ന വരെ, അതിനെ പിടിച്ച് മാറ്റണ വരെ അവിടെ തന്നെ ഇരിക്കും. ഇതാണ് ന്യൂട്ടന്റെ ആദ്യത്തെ നിയമം, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ഇനർഷ്യ, ലോ ഓഫ് ഇനർഷ്യ. ഇത് നമ്മുടെ ജീവിതത്തില് വിജയിക്കണമെങ്കിൽ ഈ നിയമം അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് രാവിലെ നിങ്ങളെ എഴുന്നേൽപ്പിച്ചതാരാ? അമ്മ. എന്താ കാരണം? ലോ ഓഫ് ഇനർഷ്യയാണ്. അവിടെ കിടക്കും. എപ്പോൾ വരെ? അമ്മ വന്ന് വിളിക്കുന്നവരെ. ചിലപ്പോ ഒരു വിളിയിലും 2 വിളിയിലൊന്നും എഴുന്നേറ്റൊന്നും വരില്ല. അപ്പോഴായിരിക്കും അച്ഛൻ കിടന്ന് അവിടെ. അപ്പൊ അല്ലെങ്കിൽ അമ്മ പറ അച്ഛൻ വരുന്നുണ്ട് എന്ന് പറയും. അപ്പൊ അച്ഛൻ എന്ന് പറയുന്ന ഒരു ഫോൺ, അച്ഛൻ എന്ന് പറയുമ്പോ ചാട്. ഈ ഇടയ്ക്ക് വാട്സാപ്പിലുണ്ട് ഒരു അച്ഛൻ, പാവ അച്ഛൻ പറയണ ഈ മൊബൈൽ ഫോൺ കൊടുത്ത് നോക്കി, സമയം 11 നാളെ പഠിക്കാനുള്ളതല്ലേ, അതാണ് എന്നൊക്കെ പറയുമ്പോ പിള്ളേരെ ഇങ്ങനെ ഇരിക്കാം. അപ്പോഴാണ് അമ്മ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എല്ലാ പിള്ളേരോടും പറയണേ ഒറ്റ അപ്പൊ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആരെങ്കിലും പുറത്ത് വന്ന് തള്ളാതെ നിങ്ങൾ അവിടുന്ന് അനങ്ങില്ല. ഇപ്പൊ എനിക്കൊക്കെ ഒരു അനുഭവം, ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്, നമ്മളിത് കിടക്കും രാത്രി വൈകിട്ട് കൂടെ കഴിഞ്ഞിട്ട് കിടന്നു കഴിഞ്ഞിട്ട് ആലോചിക്കണം, അയ്യോ ഫാൻ ഇട്ടില്ലല്ലോ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അമ്മേനെ വിളിക്കും. അമ്മേനെ നമ്മുടെ ഇരർഷ്യയാണ്. എവിടെയെങ്കിലും ചെന്ന് കിടന്നാൽ അവിടെ കിടക്കും, എവിടെയെങ്കിലും ഇരുന്നാൽ അവിടെ ഇരിക്കും. അതാണ് നമ്മുടെ സ്വഭാവം. ഈ സ്വഭാവം നമ്മൾ മാറ്റിയെടുക്കണം. അതിലാണ് നമുക്ക് അച്ഛൻ, അമ്മയില്ല നമ്മുടെ വീട്ടിൽ, എന്ത് ചെയ്യും? അച്ഛനെ വിളിക്കാൻ പറ്റും. അച്ഛനെ വിളിക്കുമ്പോൾ പേടിയാവും. അപ്പൊ നമ്മള് തന്നെ ആ ചേച്ചിനെ വിളിക്കും. ചേച്ചിയില്ല, ചേട്ടനെ വിളിക്കും. ചേട്ടനും ഇല്ല, അത് നമ്മൾ തന്നെ എഴുന്നേറ്റ് പോയി. അപ്പൊ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കാം. നമുക്ക് ആരെങ്കിലും ഉന്താനും തള്ളാനും ഉള്ളപ്പോ ഓക്കെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഉന്താനും തള്ളാനും എഴുന്നേൽപ്പിക്കാനും ചോദിക്കാനും ദേഷ്യപ്പെടാനൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞു കഴിയുമ്പോ, കുറച്ചും കൂടി ഒരു 5 വർഷം അല്ലെങ്കിൽ 7 വർഷമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിലാരും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നെ എഴുന്നേൽപ്പിക്കാൻ കോളിംഗ് ബെല്ലൊക്കെ വെക്കും, മൊബൈലിൽ അലാറം വെക്കും. അതെന്ത് ചെയ്യും? നമ്മള് ഓഫ് ചെയ്യും. അല്ലെങ്കിൽ അതവിടെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ചിട്ട അടുക്കുന്നൊക്കെ പറഞ്ഞാൽ അച്ചടക്കം എന്ന് പറയുന്നത് അർത്ഥം അതാണ്. നമ്മളെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലെങ്കിൽ നമ്മൾ അവിടെ കിടക്കുന്ന ശീലം നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടു. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കുക, പേരൻസ് ടീച്ചേഴ്സ് ഒക്കെ ഉള്ള കാലത്ത് നമ്മളെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടാവും. അത് കഴിഞ്ഞ് ആരുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഫുട്ബോൾ കളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പൊ ഫുട്ബോൾ നടക്കാണ് അല്ലേ? എവിടെ ഫുട്ബോൾ എവിടെ നടക്കണേ? 3 രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അമേരിക്ക, കാനഡ, മെക്സിക്കോ. അതെല്ലാം അറിവുണ്ടാകും. എടുക്കപ്പെടുന്നത് സബ്സ്റ്റൻസസ് ആക്ട് എന്നാണ് അതിന്റെ പേര്. 1985. കഞ്ചാവ് കൈവശം വച്ചാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. 15 കൊല്ലം ജയിലിൽ കിടക്കണം. കുഴപ്പമില്ലല്ലേ? അതൊരു കുഴപ്പമില്ല. അപ്പൊ കഞ്ചാവ് പോലെയുള്ള കഞ്ചാവ്, അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ വലിയ ക്ലാസ്സുകളിലാണ് പറയാറ്. കഞ്ചാവ്, ചെനസ്, ബ്രൗൺ ഷുഗർ, MDMA, അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട്.
അതായിട്ട് നമുക്ക് വലിയ ബന്ധമൊന്നും ഉണ്ടാകാതിരിക്കുന്നതല്ല. പക്ഷെ അത് കയ്യിലെ പെട്ടാൽ എന്താ പ്രശ്നം? 10 കൊല്ലം 15 കൊല്ലമൊക്കെ ജയിലിൽ കിടക്കണം, 20-25 ലക്ഷം ഫൈൻ അടയ്ക്കും. ഇത് പറയാൻ കാരണം നിങ്ങൾ നാളെ കഞ്ചാവുമായിട്ട് പോകുന്നു, MDMA ആയിട്ട് പോകുന്നതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ കുറച്ചുകൂടി കഴിഞ്ഞിട്ടായാലും ആരെങ്കിലും ഈ പൊതി ഒന്ന് പിടിക്കുകയോ എന്ന് ചോദിച്ചൊരു പൊതി വരുമ്പോ വേണം. മനസ്സിലായോ? കഥകൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഒരാൾ ഗൾഫിൽ പോകുമ്പോ ഒരു സ്ത്രീ കൊടുത്തിട്ട് ഒരു പൊതി കൊടുത്തിട്ട് പറഞ്ഞ് മോളെ ഇത് എന്താണ് അച്ചാറാണ്, എന്റെ മകൻ ഇങ്ങനെ അവിടെ എയർപോർട്ടിൽ വരും, അവര് കൊടുത്താൽ മതി. അത് അവളെ അഡ്രസ്സൊക്കെ ഇട്ടത് കൊണ്ട് കൊടുത്തു. അവരത് മേടിച്ചിട്ട് ഫ്ലൈറ്റിൽ കയറി അപ്പുറത്ത് ദുബായിൽ ഇറങ്ങി അവിടെ എയർപോർട്ടിൽ ചെക്ക് ചെയ്തപ്പോ കസ്റ്റംസ് പിടിച്ചു. എന്തായിരുന്നു സാധനം? കഞ്ചാവ് വാറ്റിയതായിരുന്നു. കഞ്ചാവ്. മനസ്സിലായോ? ആ കൊണ്ടുപോയ ആള് ജയിലിലാണ്, ഇപ്പോഴും ജയിലിൽ. അവിടെ അയാൾക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളടുത്ത് ഒരാളെ പൊതി ബസ്സിൽ പോവാണ്, ഒരു പൊതി വരുമ്പോ ചിന്തിക്കണം ഈ പൊതിക്കകത്ത് എന്താണ്. അപ്പുറത്ത് പോലീസ് ചെക്കിങ് ഉണ്ടാവും. ചെക്കിങ് ഉള്ളപ്പോഴാണ് നമ്മളെ ഇതിലേക്ക് തരിക. അപ്പൊ തരുമ്പോ പറയാ വേണ്ട എന്ന് പറയാനൊരു മനസ്സുണ്ടാവും. അത് തിരിച്ചറിയാനൊരു മനസ്സ്. ചിലപ്പോ ഇപ്പൊ വെള്ളം പോലത്തെ ഉണ്ട്, വെള്ളം പോലത്തെ ഉണ്ട്, ക്രിസ്റ്റൽ പോലെ പല ടൈപ്പ് ഉണ്ട്. പൊടി പോലത്തെ ഉണ്ട്, ഗ്ലൂക്കോസ് പോലത്തെ ഉണ്ട്, പലതരത്തിലുണ്ട്. നമ്മളത് കണ്ടിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ അവർക്ക് രക്ഷപ്പെടാൻ ഒത്തിരി കഥകളുണ്ട്. ദുബായിലേക്കുള്ള എയർപോർട്ടുകളിൽ പിടിച്ചിട്ടുള്ള പലർക്കും ഇതെന്താണെന്ന് പോലും അറിയാനുള്ള അച്ചാർ എന്നൊക്കെ പറഞ്ഞ് മേടിക്കും. പിന്നെ ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്, അതായത് പ്രസവ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലേഹ്യം. ഈ ലേഹ്യമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതേപോലെ തന്നെ ഇരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മള് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ ആരാണെന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഉദാഹരണം വെച്ചാൽ നമ്മളൊരു സിനിമയ്ക്ക് പോകണമെന്ന് തീരുമാനിക്കുകയാണ്. ഇവിടെ ഗുരുവായൂർ 4 ഇവിടെ ഗുരുവായൂരല്ല, ഇവിടെ പട്ടാമ്പിയിൽ 4 തിയേറ്റർ ഉണ്ട്. 4 ഒരു സ്ഥലത്ത് മമ്മൂട്ടിയുടെ ആണ്, ഒരു സ്ഥലത്ത് മോഹൻലാലിന്റെ ആണ്, ഒരു സ്ഥലത്ത് വിജയ്, ഒരു സ്ഥലത്ത് നമ്മളോടൊപ്പം ഉള്ളവരായിരിക്കും. ഈ ജയിലുകളിലൊക്കെ പോകുമ്പോൾ പോലീസ് പ്രതികളൊക്കെ പിടിക്കുമ്പോ പലപ്പോഴും പലരും ഒരൊറ്റ കളവ് കേസ് നിവൃത്തിയിലാണ് കളവ് കേസിൽ പെടുന്നതാണ്. പക്ഷെ ജയിലിൽ ചെന്ന് ആ ജയിലിൽ കിടക്കുന്നവരുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരായി പിന്നീട് ഇവര് ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ കൂട്ടുകാരാ നീ ജയിലിൽ നിന്ന് പുറത്തായോ, നീ എവിടെയുണ്ട് ഇവിടെയുണ്ട്, നമുക്കത് കണ്ടു, വർത്താനം പറഞ്ഞു, ചായ കുടിച്ചു. അപ്പോഴാണ് അവരോട് പറഞ്ഞത് നമുക്ക് ഇന്ന സ്ഥലത്തൊരു വീട്ടില് ഒരാഴ്ച ആളുണ്ടാവില്ല എന്ന് പറഞ്ഞു, ഇഷ്ടംപോലെ സ്വർണ്ണം ഉണ്ടാവും, പോവാം. അപ്പൊ ആദ്യം വേണ്ടാന്നൊക്കെ പറയും. അപ്പൊ കൂട്ടുകാരാണ് നിങ്ങളുടെ ഈ സ്റ്റേജിലല്ല. ഈ സ്റ്റേജിൽ നിങ്ങൾ കൂട്ടുകൂടുമ്പോ നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ പേരൻസും ഒക്കെ നിയന്ത്രിക്കും. ഇപ്പൊ പേടിയുണ്ട് അച്ഛന്, അല്ലെ? ഇപ്പൊ അച്ഛനും അമ്മേനൊക്കെ പേടിയിട്ട് അധ്യാപകരെ പേടിയിട്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവരുടെ ഈ പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് നിൽക്കുന്നത്, പ്രത്യേകിച്ച് പുതിയ തലമുറ. അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ അപകടങ്ങളിലേക്ക് ചെന്നിട്ടാണ്. ഈ അടുത്തായിട്ട് ഈ എന്തെങ്കിലും കാര്യങ്ങള് സംസാരിക്കാറുണ്ടോ? ശരിയല്ല. നമുക്ക് വേണ്ടി ഈ ലഹരി ബോധവൽക്കരണ ക്ലാസ് എടുത്ത സുരേഷ് സാറിന്റെ ക്ലാസ് നിങ്ങളെ പോലെ ഒരു കുട്ടിയായി ഇരുന്നുകൊണ്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനോ 2 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളോട് പറയാനുള്ളത് നമുക്കൊരു സ്വപ്നം ഉണ്ടാവണമെന്നാണ്. നിങ്ങളിൽ പലർക്കും ഇപ്പൊ സ്വപ്നം ഇല്ലാതെ എനിക്ക് തോന്നുന്നു. സ്വപ്നം ഉണ്ടാവും. ആ രാത്രി ഇങ്ങനെ കിടക്കുമ്പോ ആ സ്വപ്നം അല്ല പറഞ്ഞ്. എന്ത് സ്വപ്നം പറഞ്ഞ്? നിങ്ങൾക്ക് എന്താകണം എന്ന് നിങ്ങൾ ഇന്ന് സ്വപ്നം കാണുകയാണെങ്കിൽ, സ്വപ്നം എന്ന് പറയുന്നത് ഉറങ്ങുമ്പോൾ മാത്രം കാണുന്നതല്ല, ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് താലോലിക്കുന്ന ആ സ്വപ്നമാണ് സ്വപ്നം.